ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ മെക്സിക്കൻ ടാക്കോസ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഞാനിവിടെ പാനിലാണ് ഇതുണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മസാല എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ടാക്കോസിൻ്റെ മസാല ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ ചിക്കനിലുള്ളതാണ് കാണിക്കുന്നത്. ചിക്കന് പകരം ഓൺലി വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മസാല ഉണ്ടാക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ക്യാബേജ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ക്യാബേജ് വളരെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതാണ്. അതേപോലെ 1/4 കപ്പ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ഉള്ളി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂടുതലാക്കാം. എല്ലാം വളരെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലോട്ട് തക്കാളിയും കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടാക്കോ ഷീറ്റ് ഉണ്ടാക്കണം. അത് നമ്മൾ സാധാരണ പൂരിയും ചപ്പാത്തിക്കെല്ലാം ആക്കുന്ന പോലത്തെ ഒരു മാവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ എടുത്താലും പ്രശ്നമില്ല. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇനി ഇത് ചപ്പാത്തിയുടെ പൂരിയുടെ മാവ് കുഴക്കുന്ന പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾ പോലെ ആക്കിയിട്ട് പൂരിയുടെ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ നമുക്കിത് പരത്തിയെടുക്കാം. കൂടുതൽ തിക്കും ആവാൻ പാടില്ല, കൂടുതൽ തിന്നും ആവാൻ പാടില്ല. ആ ഒരു പരുവത്തിലാണ് നമ്മളിത് റൗണ്ട് ഷേപ്പാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് മസാല ഫില്ല് ചെയ്തിട്ടാണ് ടാക്കോസ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് ഇട്ടതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇതിന് മേലെ ഒന്നുകൂടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഞാൻ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എൻ്റെ സൈഡ് ടച്ച് ആവാൻ പാടില്ല. ഓപ്പൺ ആയിട്ടാണ് വേണ്ടത്. ഓപ്പൺ ആയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. ഇനി ഇതുപോലെ ബാക്കിയുള്ള മാവ് മസാല യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാം.
അപ്പോൾ നമ്മൾ ചിക്കൻ മെക്സിക്കാനോ ടാക്കോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്നാക്കാണ്, ചൂടോടെ കഴിക്കാൻ പറ്റിയ സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.